check out. Mood. Batman. ഗായ്സ് നമ്മൾ റൂമിലെത്തി. പിന്നെ ജസ്റ്റ് ഉറങ്ങി എല്ലാം ഡിന്നറൊക്കെ കഴിച്ച് ഇന്ന് അടുത്ത ദിവസമാണ് ശരിക്കും പറഞ്ഞത്. ഇതാണ് IBW. ഇവനെ കണ്ടോ, പുതിയ അടിപൊളി ടീഷർട്ട്, ഒരു ബാലക്ലാവ്സ്. ഇതാണ് കിറ്റ്. സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് എൻട്രി പാസ്, ടീഷർട്ട്, ബാലക്ലാവ്. പിന്നെ ആണ് സംഭവം കിറ്റ്. സ്റ്റിക്കേഴ്സ്. ഓ അടിപൊളി സ്റ്റിക്കറാണല്ലോ. സ്റ്റിക്കേഴ്സ്, more stickers. ഇത് കിട്ടുന്നുണ്ടല്ലേ? ടാഗ്, ബാഡ്ജ്, everyone has one. ഇനിയും ഉണ്ട് ഇതാ. പിന്നെ ഒരു ടോട്ട് ബാഗ്, എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ടോട്ട് ബാഗ്. 3 മണിയായി. 3 മണിയായി. 2 മണിക്ക് തുടങ്ങും. പക്ഷെ തിരക്കായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ കയറാൻ പോകാം. So we are just going there, having fun. Okay guys, see you there. Second year, let's hope he cracks it this year. Come on, take your time, take your time. Yes, that's 100 points. Call them by their names. Ready? 2, 1. Grand pit stop. ഇവിടെ മറ്റേ സ്ലാഡിൽ പോച്ചു. എൻ്റെ ബാൻഡ് ഇത് ഞങ്ങൾ കൂടി ഇട്ട സെറ്റായി. വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഇത് Guys, check out, this is KYT TT course. Yeah, nice fit push it. Okay, it's a tight fit, fits good,
ടൈറ്റ് ഫിറ്റ് ആണ്. It's correct. It's correct. Certification. PT course which was earlier one, this used to come in 22.05. Not taking now and going. You want to pay and ship it. We'll update you. We take your details. Is getting new KYT. Yeah, check out the graphics, guys. So focus on what really matters. Don't go anywhere. We have launch after launch that is taking place. So don't go anywhere. We'll be back very soon.
I was finding hosts. Every country I got hosted by the local people. And they hosted me, they feed me, and they took me to the beautiful places, also the rallies and everything in my life actually. Hi guys, I'm with the Indian dude in IBW. Francis has been riding his RR Rated for this great event. ലാസ്റ്റ് ടൈം നമ്മൾ രണ്ടുപേരുമാണ് വന്നത്. ബട്ട് നമ്മൾ IBW ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ വെള്ളടി ഒന്നും ഇല്ല കേട്ടോ. വെള്ളടി ഉണ്ടോ? ഇല്ലടാ, ചെറിയ രീതിയിൽ. അപ്പോൾ ഇത് ഇന്ത്യൻ ഡ്യൂഡ്. സബ്സ്ക്രൈബ് ഇഫ് യു വോണ്ട്. See you soon. See you അല്ല, see you again. അല്ല ഇവിടെ തന്നെ പണ്ടാരെന്താ പറയണ്ടേ? ഓക്കെ, നാളെ ഇതൊക്കെ തന്നെ പരിപാടി. ഇതന്നെയാണ് സംഭവം, വേറെ പരിപാടി ഒന്നുമില്ല. അങ്ങനെ സ്റ്റോൾ ഉണ്ടാവും കുറെ കമ്പനികളുടെ, പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ, ഇതൊക്കെ തന്നെ പരിപാടി. ഫുൾ സ്മോക്ക്. അവിടെ കള്ള ഈ യൂട്യൂബ് ഇടാൻ പറ്റുമോ? ഇഷ്ടം. രണ്ടാമത്തെ ദിവസമാണ്. മറ്റേ KTM പുതിയ വണ്ടിയൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അഡ്വഞ്ചർ. പിന്നെ അപ്പുറത്തെ മോട്ടോഴ്സുകളിൽ പുതിയ എൻജിന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൺ ദ വേ ഗോയിങ് ടു മീറ്റ് ഇന്ത്യൻ ഡ്യൂഡ്. ഓനപ്പുറത്ത് വേറെ സ്ഥലത്താണ്, 5 കിലോമീറ്റർ അപ്പുറത്താണ്. ഗൈസ്, ബൈ ദ വേ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇത് പുതിയ കീ ചെയിനാണ്. അവർ KYT ഹെൽമെറ്റ് വാങ്ങിയപ്പോൾ ഒരു തന്നതാണ് കോംപ്ലിമെൻ്ററി ആയിട്ട്. നമ്മൾ ട്രയംഫിൻ്റെ ഷോറൂമിലേക്ക് പോവാണ്. കേട്ടോ, അവൻ്റെ വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് പോവാൽ ആകെ 96 റുപ്പീസ് ഉണ്ടേ ഉള്ളൂ ലിറ്ററിന്. കേരളം വിട്ടാൽ എല്ലായിടത്തും വില കുറവാട്ടോ പെട്രോള്. ഗൈസ്, ഇത് മറ്റേ മോട്ടോസോളിൻ്റെ പരിപാടിക്കുള്ള ഇതായിരുന്നു, ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പുറത്ത് തന്നെയാണ് IBW കൂടി വരുന്നത്, ഇപ്പുറത്ത് മോട്ടോസോളും. നമ്മൾ RR ഉണ്ടോ മേലൊക്കെ സെയിം ബോംബർ. അപ്പോൾ ഇന്നത്തെ ഡേ 2 ഒരുവിധം കഴിയാനായി. ഇറ്റ്സ് ഓൾമോസ്റ്റ് 8 o'clock. ഇനി 2-3 കോൺസേർട്ട് ഉണ്ടാവും, അതോടെ പരിപാടി കഴിയും. പക്ഷേ ഇറ്റ്സ് വെരി ഹാപ്പനിങ്. ഷൂട്ട് ചെയ്യാനുള്ള കിട്ടിയില്ല, അത്രക്കും നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അധികം റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം ഇന്നലത്തെ സെയിം പരിപാടിയായിരുന്നു. ഡിഫറെന്റ് പീപ്പിൾ മീറ്റ് ചെയ്യുക, അത്ര തന്നെ. നമ്മൾ ഇന്ന് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ട്, നമ്മൾ സ്ഥിരം കാണുന്ന യൂട്യൂബേഴ്സ് എല്ലാവരെയും ഉണ്ടായിരുന്നു, എല്ലാവരെയും കണ്ട്. പിന്നെ കുറേ മെർച്ചൻഡൈസ് വാങ്ങിച്ച്, അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. ഇതൊക്കെയാണ് പരിപാടി. പിന്നെ അപ്പുറം നോക്ക്, അവിടെ അപ്പുറത്താ കുറേ സ്റ്റോൾസ്. ഇന്നലത്തെ സെയിം പരിപാടി സെയിം തന്നെ. ഡേ 2 അതാണ് അധികം ഒന്നും റെക്കോർഡ് ചെയ്യാത്തത്. ഓക്കെ, ഞാനിത് എൻഡ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത ഞാൻ തിരിച്ച് വീട്ടിലേക്കല്ല, മംഗളാപുരം പോകണം. മംഗളാപുരം വണ്ടി വെച്ചിട്ട് പറയാം. അങ്ങനെ IBW 2024 കഴിഞ്ഞിരിക്കുന്നു. 2 days RX ആണ്. W കഴിഞ്ഞ അങ്ങനെ. സോ വി ആർ ലീവിംഗ് ഹോം. ഞാൻ ഇന്ന് പോകുന്നില്ല, ഒട്ടും വയ്യ. ഹീസ് ഗോയിങ് ഹോം റൈറ്റ് നൗ. ഐ ട്രൈഡ് ടുവേർഡ്സ് മാംഗ്ലൂർ. അതല്ല പ്ലാൻ. ടാറ്റാ. ഗൈസ്, ഇറ്റ്സ് ടൈം ടു ലീവ് ഗോവ. ജസ്റ്റ് ലിവിങ് ടു മാംഗ്ലൂർ. എനിക്ക് കുറച്ച് ടൈറ്റായി, കാരണം എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മൺഡേ കൊച്ചിയിൽ പോകണം. സോ റെസ്റ്റും എടുക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിലാണ് തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകുന്നത് ഫ്രം മാംഗ്ലൂർ. ബൈ ദ വേ, എൻ്റെ ഹെൽമെറ്റ് ഫുള്ളും കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ, ഫുള്ള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഓസമാക്കി. രസമുണ്ട്, കുറച്ചുകൂടി രസമുണ്ട് കാണാൻ. 3 കൊല്ലായില്ല ഹെൽമെറ്റ്. ഞാൻ എന്തായാലും മറ്റേ KYT ഫുൾ കളർഫുള്ളാണ്, അടിപൊളി ഓസം. എന്താണ് റോസി റെപ്ലിക്ക, അടിപൊളി സാധനം. അത് ഞാൻ ഒരു കൊറിയർ അയച്ചിരുന്നു പറഞ്ഞു. വിത്ത് വൈസറും ഞാൻ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊതുവേ സമയം 2:25 ആയിട്ടുണ്ട്. 2:25 AM. നേരത്തെ എത്തേണ്ടത് കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി.
അഞ്ജിത്ത് എൻ്റെ കൂടെ വരുന്ന പറഞ്ഞത്. പിന്നെ ടയേർഡാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് റഷ് എടുക്കട്ടെ, എനിക്കാണ് റഷ്. ലൊക്കേഷനൊക്കെ എവിടേക്കോ ആണ് കാണിക്കുന്നത്. ഇഷ്ടമാണ് വിഷ്വലായിട്ട് കാണില്ല, ഒന്ന് ഓഡിയോ വെക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. റിസ്ക്കിയാണ്. ഞാൻ ഇപ്പോൾ ലൈറ്റുള്ള സ്ഥലത്ത് നിന്നാ, അല്ലെങ്കിൽ പണി കിട്ടും. ഇരുള്ള സ്ഥലത്ത് നിൽക്കണ്ട വെച്ചിട്ടേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ എന്താ പറയുക ഫോൺ മൗണ്ട് എന്താ വെക്കാത്തതെന്ന്. വൈ നോട്ട് ഫോൺ മൗണ്ട് ഇൻ യുവർ മോട്ടോർ സൈക്കിൾ? എൻ്റെ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവിൽ വാട്ട് ഹാപ്പൻസ് ഇസ് when you keep your phone in your phone mount, if the phone has OIS stabilization, മറ്റേ optical image stabilization, it gets damaged because of the vibrations. അതിനാണ് ഞാൻ എൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യാത്തത്. ഇതിന് ഫോൺ മൗണ്ട് ഒന്നും യൂസ് ചെയ്യാത്തത്. ചില ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ they just get an Android phone or they just use an old phone lying around, they just use it for the navigation. That's what they do. മെയിൻ ഫോൺ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാണ്ട് നിൽക്കുക ഈ കാര്യത്തിനൊക്കെ. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മളെ ഫോൺ വെറുതെ ഡാമേജ് ചെയ്യരുത്. OIS പോയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല, ക്യാമറ യൂസ് ചെയ്യാനേ പറ്റൂല. ഇതൊക്കെ എന്ത് സ്മൂത്ത് റോഡാറിയോ, 6 ലെയിനാണ്. 3 ലെയിൻ അവിടെ, 3 ലെയിൻ അപ്പുറത്ത്. സുഖമായി പോവാം, ക്രൂസ് ചെയ്ത് ഇങ്ങനെ ക്രൂസ് കൺട്രോളൊക്കെ ഇട്ട് ഇങ്ങനെ പോവാം. സോളോ റൈഡിങ് ചെയ്യാതൊക്കെ. അത് നൈറ്റ് ചാടി സ്നൂസിങ് വരും, ഉറക്കം തൂങ്ങി കളിച്ച്. ഞാൻ മറ്റേ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ അതിൻ്റെ മോൺസ്റ്റർ കുടിക്കുന്നത്, ഞാൻ എപ്പോഴും റെഡ് ബുൾ അടിക്കൽ. മോൺസ്റ്റർ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്, ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എപ്പോഴും എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യാൻ നോക്കാം. സ്നൂസിങ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡ്രൗസിനെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ രാത്രി റൈഡിനൊക്കെ ഏറ്റവും ബെസ്റ്റായിരിക്കും എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് പിന്നെ റൈഡ് ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ എന്താ പറയുക ഇങ്ങോട്ട് വന്നപ്പോൾ, ഗോവയിലേക്ക് വന്നപ്പോൾ ഐ ഹാഡ് എ റെഡ് ബുൾ. എൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി, ഫോക്കസൊക്കെ നല്ലപോലെ ഇൻക്രീസായി, സ്ലീപ്പിനെസ് വന്നില്ല. എപ്പോഴും കുടിക്കാൻ പാടില്ല, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ കുടിക്കാം. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്താണ്. സോ സ്റ്റണ്ണിങ്. വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഒക്കെ ബൈക്ക് ഓടിക്കാൻ. അതും ഈ നൈറ്റ് ടൈമിലൊക്കെ തിരക്കൂല. സോ ഗുഡ്. ഞാൻ മറ്റേ ബ്ലൂ വാർബറിലെ മറ്റേ ഇൻ്റർകോം കണ്ടിട്ട് C50 അത് പറഞ്ഞിട്ട് അതിനും ഓഫുണ്ട് 10% സംതിങ് പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഞാൻ വിചാരിച്ച് ഒരാൾക്ക് മാത്രം ഇൻ്റർകോം വെച്ചിട്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് റൈറ്റ്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നല്ലതാണ്. യൂണിവേഴ്സൽ കമ്പാറ്റബിളും കൂടിയാണ് മറ്റേ ഇത് കണക്ടിവിറ്റി. സോ ഇഫ് യു ഹാവ് ഇൻ്റർകോം, friends have intercoms, it would be better to get one, or else it doesn't make sense, right? എൻ്റെ ഫ്രണ്ട്സിന് ആരോടും ഇൻ്റർകോം ഇല്ല, എൻ്റെ ഒരു ഇൻ്റർകോം ഇല്ല. എൻ്റെ ഈ സാധനമില്ലേ, ദിസ് ഇസ് എ ബ്ലൂടൂത്ത് വൺ. എനിക്ക് മെയിനായിട്ട് ബ്ലൂടൂത്താണ് വേണ്ടത്. ഒന്ന് മ്യൂസിക്, നോട്ട് റെക്കമെൻഡഡ്, ബട്ട് സംടൈംസ് യു നീഡ് ഇറ്റ്. പിന്നെ ഇതിൽ റേഡിയോ ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാ ഗിയറിൻ്റെയും, റൈഡിങ് ഗിയറിൻ്റെ ഇത് വേണ്ടല്ലോ, റൈഡിങ് ഗിയറിൻ്റെ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ആരും ചോദിച്ചാൽ കമൻറ്റ് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ IBW. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ, എന്തെന്നാ ഇവർ കളിക്കുന്നത്, സൂപ്പർ ബൈക്കൊക്കെ വെച്ചിട്ട് റബ് ചെയ്ത് വണ്ടി പണിയാക്കാം. ചെവി പോയി, എൻ്റെ ചെവി നല്ല വേന എടുക്കുന്നുണ്ട്. ബിക്കോസ് അത് സ്റ്റുപ്പിഡ് ലൗഡ് റവിങ്. അത് കൂടുതൽ കുഴപ്പം കാണിക്കുന്നത് ഈ മറ്റേ സിംഗിൾ സിലിണ്ടറുള്ള സാധാ വണ്ടികൾ. സൂപ്പർ ബൈക്സും ഉണ്ട് കേട്ടോ. സൂപ്പർ ബൈക്സും
ZX-10R ഒക്കെ വെച്ച് ഇവർക്ക് എന്ത് കിട്ടുന്നേ എല്ലാവരും വെറുപ്പിച്ചിട്ട് ഇരുന്ന് റവ് ചെയ്യാം. ഐ ഹേർഡ് ദറ്റ് മോട്ടോസോൾ വാസ് സോ പീസ്ഫുൾ. മോട്ടോസോളിൽ പോയ ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഇന്നലെ ഞാൻ കുറേ ബിയറൊക്കെ അടിച്ച് ചില്ലായി. ഇന്ന് അടിക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഐ എം റൈഡിങ് റൈറ്റ്. അടിച്ചാൽ എനിക്ക് തന്നെ സീൻ. ആ റവിങ് ഒഴികെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. IBWയുടെ പിന്നെ എൻ്റെ ബൈക്ക് RR 310 സൂപ്പർ വണ്ടി കേട്ടോ. ഞാൻ ഈ ട്രിപ്പ് എനിക്ക് കാര്യം മനസ്സിലായി. സൂപ്പർ വണ്ടി തന്നെ, സൂപ്പർ വണ്ടി. സ്പോർട്സ് ടൂറിങ് പക്ക സാധനം. കുറച്ച് ഇരുട്ടുള്ള റോഡ്സാണ് ഈ കോർഡമ്മിലേക്ക് പോകുന്ന വഴികൾ. ലൈറ്റും ഇല്ല, കുറച്ച് സ്പൂക്കി വൈബ്സാണ്. ഒന്നാമത് ഒറ്റയ്ക്കായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ, വേറൊരു എക്സ്പീരിയൻസ് ആണ്. കനക്കൊന ബോർഡർ ക്രോസ് ചെയ്തു. നേരെ സ്ട്രെയിറ്റ് റോഡ്. പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാ. പാട്ടും പാടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. ഞാൻ TVSൻ്റെ കണക്റ്റിൻ്റെ ആപ്പ് എടുത്തിട്ട് ഞാൻ ഡയറക്ഷൻസ് വെച്ചപ്പോൾ ഇറ്റ്സ് വർക്കിംഗ്. ആക്ച്വലി ഐ ക്യാൻ സീ ഡയറക്ഷൻസ്. ഇതേമാതിരി കാണിക്കും ഡയറക്ഷൻസ്. കണ്ടോ, അതേ യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എപ്പോഴും അത് ആക്യുറേറ്റായിട്ട് വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ അത് എന്തോ ഒരു കളി കളിക്കും. നെക്സ്റ്റ് കണ്ടിന്യൂ. ടെയിൽ ബാഗ് ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ടെയിൽ ബാഗ് സൈഡിലേക്കൊക്കെ ശരിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കറക്റ്റ് നല്ല പോലെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. കിട്ടുന്ന സ്ഥലത്തൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും കൊളുത്തി. നമ്മൾ ടെയിൽ ബാഗ് വാങ്ങുമ്പോൾ ഒരിക്കലും ബഞ്ചി കോഡ് വിട്ടുപോകരുത് വാങ്ങാൻ. വിതൗട്ട് ദ ബഞ്ചി കോഡ് ഇറ്റ് വോണ്ട് സ്റ്റേ ഇൻ പ്ലേസ്. അത് ആടി കളിക്കും. ബഞ്ചി കോഡ് വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ല, നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടണം. ഞാനിപ്പോൾ കെട്ടിയപ്പോൾ നല്ലപോലെ നിന്നു. ഫസ്റ്റ് കെട്ടിയപ്പോൾ ലെഫ്റ്റിലേക്ക് നല്ലപോലെ ചെരിഞ്ഞിങ്ങനെ പോയി. അത് ടെയിൽ ബാഗിൻ്റെ ആ സാധനം ലൂസായി വരുന്നത് ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ. മറ്റേ റിബൺ മരുത്ത സാധനം, ആ സാധനം മെക്കാനിസം ലൂസായി പോകുന്നതാണ്. അത് കുറച്ച് ഡേഞ്ചറാണ്. നിങ്ങൾ ബഞ്ചി കോഡ് നല്ല ബഞ്ചി കോഡ് വാങ്ങാം കേട്ടോ. നല്ലപോലെ സെക്യൂറായിട്ട് ടൈറ്റാക്കാം രണ്ട് സൈഡും. പിന്നെ ഞാൻ ഈ TVS ആപ്പ് കണക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററും ഇടുമ്പോൾ സൈഡ് സ്റ്റാൻഡൊക്കെ ആകുമ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്ട്സൊക്കെ എനിക്ക് ഹെൽമെറ്റിൽ കേൾക്കാം. ബ്ലൂടൂത്ത് ഹെൽമെറ്റ് വേണം ആദ്യം. അപ്പോൾ ബ്ലൂടൂത്ത് ഹെൽമെറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്പിലേക്ക് കണക്ട് ചെയ്താണ്ട് ആ സൗണ്ട് എഫക്ട്സ് ക്ലിയർ ആയിട്ട് കേൾക്കാം. അത് നല്ലൊരു ഫീച്ചർ കേട്ടോ. നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ചിക്ക് ഇൻഡിക്കേറ്റർ ആ സൗണ്ട് കറക്റ്റ് നല്ലൊരു ഫീച്ചറാണത്. Guys, thank you so much for watching till this end. And guys, if you like the video, make sure you leave a like. And if you have any thoughts that you want to share that could really improve the video, and if you haven't subscribed, make sure you subscribe, guys. Thank you, guys. Peace. രമണി കുളിക്കയായതിരവിലി